കൊച്ചിയിൽ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനായി കണ്ടെത്തിയ ഭൂമി BCCI അപ്രൂവൽ ചെയ്തുവെന്ന് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ്. സർക്കാരിന് മുന്നിൽ പ്രപ്പോസലും ഡിസൈനും സമർപ്പിച്ചു. 750 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിൻ സ്പോർട്സ് സിറ്റിയാണ് ആലോചനയെന്നും ജയേഷ് ജോർജ് പറഞ്ഞു. സ്വന്തമായിട്ടൊരു ഇന്റർനാഷണൽ സ്റ്റേഡിയം കേരള ക്രിക്കറ്റ് പ്ലാൻ ചെയ്തായിരുന്നു. അതനുസരിച്ചിട്ട് നമ്മൾ CMനെ ആദ്യമായി മീറ്റ് ചെയ്തു. ഗവൺമെന്റിന്റെ ലാൻഡ് ഉണ്ടോ എന്നുള്ള ഒരു പ്രപ്പോസലുമായിട്ട് അങ്ങനെ GCDA ഒക്കെ നമ്മൾ ആദ്യമേ മീറ്റ് ചെയ്തിരുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. അതനുസരിച്ച് നമ്മൾ പത്രപരസ്യത്തിലൂടെ ലാൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ നോട്ടീസൊക്കെ ഇഷ്യൂ ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മളുടെ ഒരു കമ്മിറ്റി വന്നിട്ട് ഈ ഒരു ലാൻഡ് ഐഡന്റിഫൈ ചെയ്തു. അതനുസരിച്ച് നമുക്ക് വേണ്ടത് BCCIയുടെ അപ്രൂവൽ ആയിരുന്നു, ഫസ്റ്റ് ലാൻഡിന്റെ ഐഡന്റിഫിക്കേഷൻ. അങ്ങനെ കഴിഞ്ഞ IPL കൊച്ചിയിൽ നടന്നപ്പോൾ BCCIയുടെ സെക്രട്ടറി ജയ്ഷായി സ്ഥലം സന്ദർശിക്കുകയും BCCI ലാൻഡ് അപ്രൂവ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഞങ്ങൾ CM പിണറായി വിജയൻ സാറിനെ പല പ്രാവശ്യം കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹവും സ്പോർട്സ് മിനിസ്റ്ററും ഇതിനൊരു പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് ഈ ഒരു പ്രപ്പോസൽ നമ്മൾ മുമ്പോട്ട് പോയിരിക്കുകയാണ്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷിജോ, കൊച്ചിയിൽ പുതിയൊരു സ്റ്റേഡിയം കൂടി വരികയാണ്. BCCI അംഗീകാരവും ലഭിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. എവിടെയായിട്ടായിരിക്കും ഈ സ്റ്റേഡിയം? ഫാരിഷ, കേരളത്തിലെ കായിക പ്രേമികൾക്ക് ഏറെ സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പങ്കുവെക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം, കേരളത്തിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ വരുമ്പോൾ അത് നടക്കുന്നത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. കൊച്ചിയിൽ ഒരു സ്റ്റേഡിയം ഉണ്ട് എങ്കിൽ പോലും അത് ക്രിക്കറ്റിന് വേണ്ടി മാത്രമായിരുന്നില്ല. പിന്നീട് അത് ISLന് വേണ്ടിയൊക്കെ കൊടുത്ത് ഫുട്ബോളിന് വേണ്ടി മാത്രമാക്കിയിരുന്നു. അതിനുശേഷം കൊച്ചിയിൽ ഒരു ക്രിക്കറ്റ് മത്സരം നടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൊച്ചിയിൽ വീണ്ടും ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നു എന്നുള്ള വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നെടുമ്പാശ്ശേരിയോട് ചേർന്ന ഉള്ള സ്ഥലത്താണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ടുള്ള ഭൂമി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഭൂമിയുടെ എല്ലാ നടപടിക്രമങ്ങളും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ BCCIയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. BCCI പ്രതിനിധികൾ ഈ സ്ഥലം സന്ദർശിക്കുകയും ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് അനുയോജ്യമാണ് സ്ഥലമാണെന്ന് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇതിന്റെ MOU ഒപ്പിട്ടിട്ടില്ലെങ്കിൽ പോലും മറ്റ് നടപടിക്രമങ്ങളുമായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുന്നോട്ട് പോവുകയാണ്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ രൂപരേഖ പ്രഥമ അന്താരാഷ്ട്ര കേരള സ്പോർട്സ് സമ്മിറ്റിന്റെ വേദിയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ് കേരളത്തിൽ നടക്കുന്നത്. അതേ വേദിയിൽ തന്നെയാണ് കേരളത്തിന്റെ പുതിയ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ രൂപരേഖ KCA പ്രതിനിധികൾ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. 750 കോടി രൂപ മുതൽ മുടക്കിൽ കൊച്ചിയിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയവും അതിനോടനുബന്ധിച്ച് ഒരു സ്പോർട്സ് സിറ്റിയുമാണ് KCA പ്ലാൻ ചെയ്യുന്നത്. ഒരു വർഷത്തിനകം ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവും മറ്റ് കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി KCA ഭാരവാഹികൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അപ്രൂവലിന് പൂർണ്ണ പിന്തുണയും മറ്റ് കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം തുടങ്ങാൻ കഴിയുമെന്നും അതുകൊണ്ട് തന്നെ 2025 അവസാനത്തോടുകൂടി ഈ സ്റ്റേഡിയം പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടി KCA പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും 750 കോടി രൂപയാണ് സ്റ്റേഡിയം നിർമ്മാണത്തിനായി KCA ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഫാരിഷ. ശരി, കൊച്ചിയിൽ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനായിട്ട് കണ്ടെത്തിയ ഭൂമി BCCI അപ്രൂവൽ ചെയ്തുവെന്നാണ് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന് മുന്നിൽ പ്രപ്പോസലും ഡിസൈനും സമർപ്പിച്ചിരിക്കുകയാണ്. 750 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ കൊച്ചിൻ സ്പോർട്സ് സിറ്റിയാണ് ആലോചനയെന്നും ജയേഷ് ജോർജ് പറഞ്ഞിരിക്കുകയാണ്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.